എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ജ്യൂസാണ് പേരയ്ക്കയും മാതള നാരങ്ങയും അല്പം ഇഞ്ചിയും അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പേരയ്ക്കയുടെ ഗുണഗണങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാം. അതുപോലെ ചർമ്മത്തിൻ്റെ സ്നിഗ്ധതയ്ക്കും കണ്ണുകളുടെ കാഴ്ചയ്ക്കും അത്യുത്തമമാണ് പേരയ്ക്ക. അതിനാൽ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനും എല്ലാം അടങ്ങിയിട്ടുണ്ട് പേരയ്ക്കയിൽ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ. ഇതിൽ പഞ്ചസാരയൊന്നും നമ്മൾ ഇടുന്നില്ല. അതേപോലെ മർദ്ദം കുറയ്ക്കാനായി സഹായിക്കുന്നു. ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനും അനാറിന് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ചേരുവകൾ, പ്രധാനമായി ഈ രണ്ട് ചേരുവകളുടെ ഒപ്പം അല്പം ഇഞ്ചിയും ഉപ്പും ചേർത്ത് നമുക്കൊരു സ്പെഷ്യൽ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഈ മിക്സി പാത്രത്തിലേക്ക് ഒരു നുള്ളുപ്പ് മതി കേട്ടോ, ഒരുപാട് ഉപ്പൊന്നും വേണ്ട. ഒരു നുള്ളുപ്പും അല്പം ഇഞ്ചിയും, ഒരു 2 കഷ്ണം. അതിനുശേഷം ആദ്യം നമ്മൾ ഈ പേരയ്ക്ക ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഈ ജ്യൂസ് അരിക്കുകയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. മിക്സിയിൽ അരയ്ക്കുമ്പം അതിൻ്റെ വിതയൊക്കെ നന്നായി അരഞ്ഞു വന്നോളും. ആദ്യം ഒട്ടും വെള്ളവും ഇപ്പോൾ ഒഴിക്കേണ്ട, നന്നായി ഒന്ന് ആദ്യം പേരയ്ക്ക ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അനാറ്, അതായത് മാതള നാരങ്ങത്തിൻ്റെ വിത ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അടിക്കുകയാണ് വേണ്ടത്. മാതള നാരങ്ങയും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു 50 മില്ലി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാം. കണ്ടോ, എല്ലാവർക്കും പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഏത് കാലാവസ്ഥയിലും ഇത് കഴിക്കാമെന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്